ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അടുത്തത്, ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 15. ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 15. ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഐക്യരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്ര ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 24. ഒന്നുകൂടി നോക്കാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ 15. ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനിയാണ്. 2023 ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ജർമ്മനി. അടുത്തത്, 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടിൻ്റെ പേര് ഇന്ദ്ര എന്നാണ്. കേരള ജലഗതാഗത വകുപ്പിൻ്റെയാണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. ഓക്കെ. അടുത്തത്, ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത് എവിടെയാണ്? ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത് മേരിലാൻഡ്, അമേരിക്കയിലാണ് ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത്. ഓക്കെ. അടുത്തത്, ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റയാണ്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ടാറ്റ. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഓക്കെ. അടുത്തത്, IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിൻ്റെ വേദി. IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിൻ്റെ വേദി മൊറോക്കയാണ്. IMFൻ്റെയും ലോകബാങ്കിൻ്റെയും 2023 വാർഷിക സമ്മേളനത്തിൻ്റെ വേദി മൊറോക്കോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വനിതാ ഹോക്കി താരം റാണി റാംപാലിൻ്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി റാംപാലിൻ്റെ പേരിൽ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. അടുത്തത്, 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് ബംഗ്ലാദേശിലെ അഷുഗഞ്ചിലാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനിക അഭ്യാസമായ ഹരിമൗ ശക്തി 2023 വേദി എവിടെയാണ്? ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനിക അഭ്യാസമാണ് ഹരിമൗ ശക്തി. ഹരിമൗ ശക്തി 2023 വേദി മേഘാലയ. അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് അരിന്ദം ബാഗ്ചി. അടുത്തത്, 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് തേജ്. എന്താണ്? തേജ്.
അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി CBI നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി CBI നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര 2. അടുത്തത്, അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം. അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേര്. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഹമൂൺ. അടുത്തത്, ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥിൻ്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്. അടുത്തത്, പ്രശസ്ത മലയാള സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? പ്രശസ്ത മലയാള സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥയുടെ പേരാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? പ്രശസ്ത മലയാള സാഹിത്യകാരൻ സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയുടെ പേരെന്ത്? വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയുടെ പേരാണ് യോഗ്യ. വനിതകൾക്ക് 10ാം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ. അടുത്തത്, 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്ത്? 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. എന്താണ്? കെടാവിളക്ക്. അടുത്തത്, കഥകളി പഠനത്തിൻ്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത്. കഥകളി പഠനത്തിൻ്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് അയിരൂർ പഞ്ചായത്ത്. കഥകളി പഠനത്തിൻ്റെ ഭാഗമാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് അയിരൂർ പഞ്ചായത്ത്, പത്തനംതിട്ട ജില്ല. ഓക്കെ. അടുത്തത്, കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. അടുത്തത്, കിൻഫ്രയുടെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കിൻഫ്രയുടെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലാണ്. കിൻഫ്രയുടെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് ഇടുക്കിയിലാണ്. ഓക്കെ. അടുത്തത്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ആണ്. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം, തിരുവനന്തപുരത്താണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. അടുത്തത്, കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്ക്. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഏർപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി. അടുത്തത്, കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് തേവര, എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് തേവരയിലാണ്, എറണാകുളം ജില്ല. അടുത്തത്, കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ സ്ഥാപിക്കാൻ പോകുന്ന മാളിൻ്റെ പേര്. കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാളാണ് ഭാരത് മാൾ. കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാളിൻ്റെ പേരാണ് ഭാരത് മാൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് വന്ന ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ പേര്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് വന്ന ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ഷെൻഹുവ 15. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് വന്ന ആദ്യത്തെ ചരക്ക് കപ്പലിൻ്റെ പേരാണ് ഷെൻഹുവ 15. ചൈനീസ് കപ്പലാണ് ഷെൻഹുവ 15. അടുത്തത്, കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡിൻ്റെ പേരെന്താണ്? കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള. കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള. അടുത്തത്, 2023 ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദി. 2023 ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദി കർണാടകയാണ്, ബാംഗ്ലൂരു. 2023 ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദി കർണാടകയിലെ ബാംഗ്ലൂരു.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരെന്ത്? 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് വയനാടൻ തീക്കറുപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ട മേഖലയിൽ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് വയനാടൻ തീക്കറുപ്പൻ. അടുത്തത്, 2023 ലോക കോഫി സമ്മേളനത്തിൽ അംഗീകാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനം ഏതാണ്? 2023 ലോക കോഫി സമ്മേളനത്തിൽ അംഗീകാരം നേടിയ കേരളത്തിൽ നിന്നുള്ള കാപ്പി ഇനമാണ് അട്ടപ്പാടി കാപ്പി. ഏതാണ്? അട്ടപ്പാടി കാപ്പി. അടുത്തത്, 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളി. 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളിയാണ് വിഷ്ണു ഗോപാൽ. 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളി വിഷ്ണു ഗോപാൽ. അടുത്തത്, ഒരു സമര നൂറ്റാണ്ട് എന്ന ജീവചരിത്ര പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഒരു സമര നൂറ്റാണ്ട് എന്ന ജീവചരിത്ര പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം VS അച്യുതാനന്ദനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. അത് രചിച്ചിരിക്കുന്നത് KV സുധാകരൻ. ഒരു സമര നൂറ്റാണ്ട് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് KV സുധാകരനാണ്. ആരെക്കുറിച്ചിട്ടുള്ളതാണ്? VS അച്യുതാനന്ദനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത്, കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണ. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ B അനന്തകൃഷ്ണ. അടുത്തത്, സംസ്ഥാന സർക്കാരിൻ്റെ 2023 ഭരണഭാഷാ പുരസ്കാരം ലഭിച്ച ജില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 2023 ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചത് മലപ്പുറത്തിനാണ്. അടുത്തത്, ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരം ആരാണ്? ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരമാണ് നിഹാൽ സരീൻ. ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ ഇടം പിടിച്ച മലയാളി ചെസ് താരമാരാണ്? നിഹാൽ സരീനാണ്. അടുത്തത്, 2023 ഒക്ടോബറിൽ മലയാളത്തിലെ ഏത് നടനോടുള്ള ആദരസൂചകമായാണ് ഓസ്ട്രേലിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? 2023 ഒക്ടോബറിൽ മലയാളത്തിലെ ഏത് നടനോടുള്ള ആദരസൂചകമായിട്ടാണ് ഓസ്ട്രേലിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായിട്ടാണ് 2023 ഒക്ടോബറിൽ ഓസ്ട്രേലിയ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്തത്, 2023 ഒക്ടോബറിൽ അന്തരിച്ച 2018 നാരീശക്തി പുരസ്കാരം നേടിയ മലയാളി ജേതാവ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച 2018 നാരീശക്തി പുരസ്കാരം നേടിയ മലയാളി ജേതാവാണ് കാർത്യായനി അമ്മ. ആരാണ്? കാർത്യായനി അമ്മ. സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 96-ാം വയസ്സിൽ 98% മാർക്കൊക്കെ നേടിയ 1ാം റാങ്ക് നേടിയതാണ് കാർത്യായനി അമ്മ. അപ്പോൾ 2023 ഒക്ടോബറിൽ അന്തരിച്ച 2018 നാരീശക്തി പുരസ്കാരം നേടിയ മലയാളി ജേതാവാരാണ്? കാർത്യായനി അമ്മ. ഓക്കെ. അടുത്തത്, സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്ത ബോളിവുഡ് ചലച്ചിത്ര താരം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്ത ബോളിവുഡ് ചലച്ചിത്ര താരമാണ് രാജ്കുമാർ റാവു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ദേശീയ ഐക്കണായി തിരഞ്ഞെടുത്ത ബോളിവുഡ് ചലച്ചിത്ര താരമാണ് രാജ്കുമാർ റാവു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2023 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.